അനുഗ്രഹിക്കാനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇവിടെ അങ്ങ് ആക്കി വച്ചിരിക്കുന്നത് യേശുപ്പ അങ്ങയുടെ കൃപയാലാണ് കർത്താവേ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അവൻ ഉണ്ടാക്കിയ ദിവസത്തിൽ നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കാൻ പോവുകയാണ്. അവൻ്റെ ആ വലിയ നാമത്തെ നമ്മൾ ഉയർത്താൻ പോവുകയാണ്. ഈ സമയം നമുക്ക് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് കർത്താവെ, മറ്റുള്ള ചിന്തകളൊന്നും കർത്താവെ ഞങ്ങളെ നിയന്ത്രിക്കാതെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ പൂർണ്ണമായും അങ്ങ് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ പൂർണ്ണമായും അങ്ങ് വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് കർത്താവെ ഞങ്ങളെ യേശുവിനെ ഉയർത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, വി വർഷിപ്പ് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ സമയം ഒരു വചനഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9:3 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സ്റ്റോറിയാണ്. നമ്മൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പോയി നമ്മൾ ദിവസം 5 അധ്യായം വായിക്കുന്ന സമയത്ത് ഇതൊരു ശൗല് പൗലോസായിട്ട് മാറിയൊരു കഥയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ അതിലെ ചില ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ്. ഇവിടെ ശൗല് പൗലോസായിട്ട്, അതായത് യേശുവുമായിട്ടൊരു അഭിമുഖം പൗലോസിന് ഉണ്ടാവുകയാണ്. ഇവിടെ 9:3 പറയുന്നു, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവർ പറഞ്ഞു. അപ്പോൾ പൗലോസ് ഇവിടെ, നേരത്തെ പൗലോസിൻ്റെ പേര് ശൗലെന്നായിരുന്നു. അപ്പോൾ ശൗല് കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം യേശുവുമായിട്ടൊരു അഭിമുഖം ഉണ്ടാകുമ്പോഴാണ് പൗലോസ് അവിടെ രക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിനുശേഷം ഇവിടെ ഒരു വചനത്തിൽ പറയുന്നു, അനന്യാസ് പൗലോസിനെ തൊട്ട്, അല്ലെങ്കിൽ പൗലോസിന് ആ സൗഖ്യം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശമേറ്റ് കാഴ്ച നഷ്ടപ്പെടുകയാണ്. അതിനുശേഷം കാഴ്ച വരുന്ന സമയത്ത് ഇവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യം അനന്യാസിനോട് പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം അവനാകുന്നു, അതുകൊണ്ട് നീ പോകാന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പൗലോസിന് ആ ഒരു അഭിമുഖം ഉണ്ടായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അവസാന രക്തസാക്ഷി ആവാനൊക്കെ പൗലോസിനെ ദൈവം സഹായിച്ചത്. അപ്പം നമ്മൾ ഈ സമയം ആ ഒരു കാര്യം നമ്മൾ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിനോട് നമുക്ക് ഈ സമയം പറയാം, കർത്താവേ, പൗലോസിനുണ്ടായൊരു അഭിമുഖം പോലെ കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് അങ്ങുമായിട്ട് കർത്താവേ, അങ്ങ് എന്താണോ ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവേ, അതിനായി അങ്ങ് ഞങ്ങളെ പണിയണമേ, ഞങ്ങളിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് അവൻ്റെ നാമത്തെ ഉയർത്താം. യേശുവിനോട് പറയാം, കർത്താവേ, ആഴത്തിൽ കർത്താവേ അങ്ങ് ഞങ്ങളോട് ഇടപെടണം. ഓ ജീസസ്, കർത്താവേ, മറ്റാരെക്കാളും ശ്രേഷ്ഠമായി, മറ്റാരെക്കാളും ശക്തമായി കർത്താവ്, എത്ര പേർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് അവനോട് പറയാം, യേശുവിനോട് പറയാം, യേശുവേ, ആഴത്തിൽ അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ, ശക്തമായി ഞങ്ങളോട് ഇടപെടണമേ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ വാക്കുകളിൽ കർത്താവെ അങ്ങയെ കാണിക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. ഈ സമയം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ആരാധനയ്ക്കായി നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ആഴത്തിൽ കർത്താവെ, ദൈവമേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളായിരിക്കുന്നു കർത്താവെ, ആ നല്ല പാനപാത്രമാക്കി കർത്താവെ ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പാടാം. ഹല്ലേലൂയ. ഓ ജീസസ്. Hallelujah. Hallelujah. Oh Jesus. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ, ആഴത്തിലെന്നോട് ഇടപെടണേ. എത്ര പേർ പറയും യേശുവിനോട്? ആത്മാവിലെന്നോട് ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി,
പാടിയാട്ടെ യേശുവേ. ആത്മാവിനോട് ഇടപെടണേ. മാനീർത്തോടിനായി ജീവനേ ജീവനേ നിന്റെ ദാനമല്ലോ ആ ജീവനേ യേശുവേ ഞാൻ നിന്റെ ദാനം. ആരിലും ശ്രേഷ്ഠമായ കർത്താവേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിൽ, ആ പരിശുദ്ധാത്മാവിൽ നമ്മളെ തന്നെ സമർപ്പിച്ച്, പരിശുദ്ധാത്മാവേ ഞങ്ങളെ തന്നെ കർത്താവേ അങ്ങേക്ക് സമർപ്പിച്ച് തരുന്നു കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളോട് അങ്ങ് ഇടപെടണമേ കർത്താവേ. അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളിൽ ചെയ്തെടുക്കണമേ കർത്താവേ. ആഴത്തിലെന്നോട് ഇടപെടണേ. പരിശുദ്ധാത്മാവിനാൽ ആത്മാവിലെന്നോട് ഇടപെടണേ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണമേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണമേ. കുശവൻ കയ്യിൽ ഏകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. Yes, Lord. Hallelujah. ആരിലും ശ്രേഷ്ഠമായ കർത്താവേ, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി. Yes, Lord. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. ഹല്ലേലൂയ. ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട് ഇടപെടണേ. ശ്രേഷ്ഠമായ നമ്മെ തന്നെ സമർപ്പിക്കാം. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോട് ഇടപെടണേ. ആത്മാവിലെന്നോട്
ശരണേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങളിലെല്ലാം തന്നെ കർത്താവെ അങ്ങയുടെ ആഴമായ ഇടപെടൽ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവെ ഉണ്ടാകാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷങ്ങൾ നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട്. നമുക്കറിയാം ഈ ഒരു വചനം. നമ്മൾ ഈ സമയം ഉല്ലസിച്ച് സന്തോഷത്തോടെ ആ ജയഗീതം പാടാൻ പോവാണ്. വചനം പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ. നമുക്ക് ജയം തന്നു കഴിഞ്ഞിരിക്കുന്ന ദൈവമാണ്. ആ ജയാളിയായ ദൈവം നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ജയം പാടാനായിട്ട് പോവാണ്. ജയം പാടി നമ്മൾ സന്തോഷിക്കാൻ പോവാണ്. ഇവിടെ പറയുന്നു, ലോകകോപത്തിയിൽ വെന്തിരിഞ്ഞവനാ നമ്മുടെ രക്ഷകൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല ദേവന്മാരിലും മഹാനായൊരു ദൈവം, വളരെയധികം മഹത്വമുള്ളൊരു ദൈവം, നമുക്ക് വേണ്ടി എല്ലാറ്റിലും ഉപരി ക്രൂശിൽ യാഗമായൊരു ദൈവമാണ്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അത് ജീവിതങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവരാണ്. ആ ഒരു സന്തോഷം നമുക്ക് ഓർത്തുകൊണ്ട്, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം ഓർത്തുകൊണ്ട് നമുക്ക് പാടാം. ഇവിടെ പറയുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നിത്യം സ്തുതിക്കാനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ നമുക്ക് പാടാം ജയഗീതം. ജയഗീതം പാടുവിൻ സോദരരേ, ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടി. ഹല്ലേലൂയ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപത്തിൽ വെന്തിരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തിരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹന്മാർ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു നമ്മുടെ യേശു മാത്രം. യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മുടുന്നതേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. കലുഷിതയകറ്റി കണ്ണിന് തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. കലുഷിതയകറ്റി കണ്ണിന് തുടപ്പിൻ ഉത്സുകരായിരിപ്പിൽ. നമ്മൾ ആത്മനാഥൻ ജീവിക്കുകയും അലസത ശരിയാകുമോ? നമ്മുടെ ആത്മനാഥൻ ജീവിക്കുകയും അലസത ശരിയാകുമോ? വാതിലുകളിൽ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. വാതിലുകളിൽ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി
കഥകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കഥകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഉലകമഹാന്മാർ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലവും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. എത്ര പേർ വിശ്വസിക്കും? നമ്മുടെ മഹേശ്വരൻ മാത്രം ഉയരത്തിൽ പാടിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. അതുകൊണ്ട് ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതയാ. ഇനി തെല്ലും ഭയമന്യേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നത് കൊണ്ട് യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലായി. മണ്ണിലല്ല നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിലായി. ഇനി വിണ്ണില വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെ വേഗം പാടിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നത് കൊണ്ട് യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തത് യേശു തകർത്തതിനാൽ ഇനി തെല്ലും ഭയമന്യേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ.
യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ മരണത്തെ ജയിച്ച്, പാപങ്ങളെ ജയിച്ച്, ലോകങ്ങളെ ജയിച്ച് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്നേഹത്തിന് മുന്നിൽ ഹല്ലേലൂയ. ഓ ജീസസ്, വിശ്വസിച്ച് പാടാം, എന്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതിനാൽ, എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. യേശുള്ളത് കൊണ്ട്, എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഉറപ്പോടെ പറയും, യേശുവേ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല. എനിക്കെല്ലാം യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ പറയും, യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഇനി എനിക്ക് ഒരു ഭയവുമില്ല, ഇനി എനിക്ക് ഒരു ശത്രുവിന്റെ തന്ത്രവും എന്നെ തൊടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ ധൈര്യത്തോടെ, സന്തോഷത്തോടെ ഞാൻ പോകും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുമോ? കർത്താവേ, അങ്ങയെ വേർപിരിയാതെ കർത്താവേ ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ മാറിൽ പറ്റിച്ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, ഇന്നും ജീവിക്കുന്നതിനാണ് അങ്ങ്. കർത്താവേ, എൻ്റെ കൂടെയുള്ളതിനാൽ കർത്താവേ, അങ്ങയെ വിട്ടുമാറാതെ, അങ്ങയുടെ സ്നേഹത്തെ വിട്ടുമാറാതെ കർത്താവെ മുന്നോട്ട് പോകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ളവർ നമുക്ക് ഒരുമിച്ച് പാടാം. വേർപിരിയില്ല കർത്താവെ, ഞാൻ എന്നെ വേർപിരിയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ക്ലേശങ്ങൾ വന്നാലും, എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും കർത്താവെ, അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എങ്ങോട്ട് പോകും കർത്താവെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ഞാൻ ഉഷസ്സിൽ ചിറകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്നാൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഹല്ലേലൂയ. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഹല്ലേലൂയ. ആ ഒരു സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പാടാം. കർത്താവെ, ഞാൻ വേർപിരിയില്ല കർത്താവെ. ഈ നിമിഷം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ യേശു പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആ ഒരു ആശ്വാസം യേശുവിൻ്റെ കരങ്ങളിൽ മാത്രമാണ്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും സുഖമായിട്ട് ഉറങ്ങുവാൻ, ആ യേശുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയിൽ വിശ്രമിക്കുവാൻ കർത്താവെ, അങ്ങയെ വിട്ടുമാറാതെ അങ്ങയുടെ മാർബിൽ പറ്റിച്ചേർന്നിരിക്കുവാൻ, ഏതവസ്ഥ വന്നാലും കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, വി വർഷിപ്പ് യു ലോർഡ്. എന്തു ക്ലേശങ്ങൾ ഓരോ നിമിഷവും സഭ ഒരുമിച്ച് പാടിയാട്ടെ. ഞാൻ ഇനി വേർപിരിയില്ല കർത്താവ്. എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും കർത്താവ്, ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും. ഞാൻ ഈ ബന്ധം തുടരുന്നതാണ്. സ്വർഗ്ഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗ്ഗനാട്ടിലും
കർത്താവേ. ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ വിശ്വസ്തനായിടുവാൻ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ യേശുവേ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. നിൻഹിതം ഹല്ലേലൂയ. ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ചെയ്തിടുവാൻ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ യേശുവേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. യേശുവിന്റെ ഹിതം ചെയ്യുവാൻ നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചവൻ എന്നെ വിളിച്ചിടും വേല ചെയ്തിടാം. ലോകമെങ്ങും നിൻ സാക്ഷിയായി പേർ പറയാം അങ്ങയുടെ വേല ചെയ്യാൻ യേശുവേ. എന്നെ വിളിച്ചിടും വേല ചെയ്യുവാൻ. ഈ ലോകത്തെങ്ങും ലോകമെങ്ങും നിൻ സാക്ഷിയായി എന്നെ വിളിച്ചവനെ എന്നെ വിളിച്ചിടും വേല ചെയ്തിടാം. ലോകത്തിന്റെ അറ്റത്തോളം ലോകമെങ്ങും നിൻ സാക്ഷിയായി വേർപിരിയില്ല ഞാൻ. ഏതു ക്ലേശങ്ങൾ വന്നിടും ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിടും ഞാൻ വിശുദ്ധനായിടുവാൻ കർത്താവേ. അങ്ങയുടെ വിശുദ്ധിയിൽ ഞങ്ങൾ നടക്കുവാൻ യേശുവേ. ഞങ്ങളെ തന്നെ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ അങ്ങയുടെ സഹായം അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഞങ്ങളോട് വേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ തേജസ്സാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. വിശുദ്ധനായിടുവാൻ നിറച്ചിടുക. നിൻ പാതയിൽ നടന്നിടുവാൻ നിൻ പാതയിൽ നടന്നിടുവാൻ നയിച്ചിടുക എന്നുമെന്നും. നിൻ പാതയിൽ നടന്നിടുവാൻ നയിച്ചിടുക എന്നുമെന്നും. ലോകം കാണുമ്പോൾ കർത്താവേ എത്ര പേർ പറയും ലോകം കാണുവാൻ എന്നിലേശുവേ തിരുഭാവം എന്നെന്നും. അങ്ങേക്ക് സാക്ഷിയായ യേശുവേ. ലോകം കാണുവാൻ എന്നിലേശുവേ തിരുഭാവം എന്നെന്നും. ഈ ലോകം കാണുമ്പോൾ കർത്താവേ ലോകം കാണുവാൻ എന്നിലേശുവേ എന്നെയല്ല കർത്താവേ അങ്ങേ വെളിപ്പെടുത്തുവാൻ കർത്താവേ. തിരുഭാവം വെളിപ്പെടുത്താൻ കർത്താവേ. നമുക്ക് ഒന്നുകൂടെ പാടാം. ലോകം കാണുവാൻ ലോകം കാണുവാൻ എന്നിലേശുവേ തിരുഭാവം എന്നെന്നുമേ. ഹല്ലേലൂയ കർത്താവേ. ദൈവമേ ഈ ലോകം കാണുമ്പോൾ കർത്താവേ ദൈവമേ അങ്ങേ കർത്താവെ ഞങ്ങൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളിലെ തന്നെ കർത്താവെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ദൈവമേ അങ്ങേ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമായ ദൈവമാകൊണ്ട് അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവനെ ആരാധിക്കാം. എന്തുകൊണ്ടാണ് അവൻ ആരാധിക്കുന്നത്? അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്. ഹല്ലേലൂയ. ഓ
ജീസസ്. സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല. എത്ര പേർ പറയും? എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എനിക്കായി മരിച്ചതിനാ. ഞാൻ എന്നും യേശുവേ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. നമുക്ക് ഓരോരുത്തർക്കുമായി എനിക്കായി മരിച്ചതിനാ. എന്നും യേശുവിനെ മാത്രം. ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ, ആരാധനയ്ക്ക് യോഗ്യനായവനെ. യേശുവേ, ആരാധ്യനേ. യേശുവേ, ആരാധ്യനേ. യേശുവേ, യേശുവേ, ആരാധ്യനേ. യേശുവേ, ആരാധ്യനേ. സഭ പാടിയാട്ടെ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ കർത്താവേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഒരുമിച്ച് യേശുവിനോട് പറയാം. യേശുവേ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാളൊക്കെ കർത്താവേ
കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ തീർത്തത് കൊണ്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റതുകൊണ്ടും മാത്രമല്ല കർത്താവെ, അങ്ങയുടെ മഹത്വം ഓർത്തുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും അങ്ങേ ആരാധിക്കുവാൻ, അങ്ങിൽ കൂടുതൽ കൂടുതൽ പറ്റിച്ചേരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതിനേക്കാൾ ഉപരി കർത്താവെ, അങ്ങ് ക്രൂശിൽ ഞങ്ങൾക്കായി യാഗമായതിനായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവം മറ്റാരെക്കാളും ഉയർന്നിരിക്കുന്നവനെ, ഉന്നതനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഫാദർ, വി വർഷിപ്പ് യു ജീസസ്. ഹല്ലേലൂയ. ദൈവമേ, നന്ദി പറയുകയാണ് കർത്താവെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആരാധനയിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന യേശുവേ, ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു കർത്താവെ. യേശുപ്പ, തുടർന്നുള്ള കർത്താവെ വചന ശുശ്രൂഷയിലും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് കൂടെ കർത്താവ് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നിമിഷം കണ്ണുകളടച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുവാൻ, ദൈവത്തോടുവാൻ തക്കോണം നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്നൊരു ദിവസം കൂടി കർത്താവെ അങ്ങയുടെ പാദപ്പെടുത്തലായിരിക്കുന്ന കൃപക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ആ വചനം ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടണമേ. മറിയ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചതുപോലെ കർത്താവെ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾ സഹായം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അടിയും വചനം അടിയനും കേൾക്കുന്ന ജനങ്ങൾക്കും അത് പ്രയോജനമായി തീരുവാൻ, ഒരു പുതു സൃഷ്ടിയായി മാറുവാൻ ദൈവം ഞങ്ങളെ സഹായം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ നിക്ഷേപിക്കുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ അതിലെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29 വാക്യം ഒന്ന് വായിച്ച് നമുക്ക് വചനത്തെ ശുശ്രൂഷ തുടങ്ങാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിവിടെ നിന്നായിരിക്കുന്നത് സ്വമേധയാ അല്ല, എന്തെങ്കിലും യാദൃശ്യം കൊണ്ടല്ല, പിന്നെയോ ലോക സ്ഥാപനത്തിനു മുമ്പേ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കണ്ട് മുൻ നിയമിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ ന്യൂ ലൈഫ് സഭയിൽ ഫെലോഷിപ്പിൽ ദൈവജനങ്ങളോട് കൂടി ആയിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് മുൻ നിയമിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ഓരോ വിവിധ ദേശങ്ങളിലായിരുന്നപ്പോൾ, വിവിധ മതജാതികളായിരുന്നപ്പോൾ, വിവിധ സംസ്കാരങ്ങളിലായിരുന്നപ്പോൾ കർത്താവ് നിങ്ങളെ കണ്ടവൻ, നിങ്ങളെ വിളിച്ചു, നിങ്ങളെ വേർതിരിച്ചു. നിങ്ങളെന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങൾ ആ സിംഹാസനം ഇറങ്ങി യേശുവിന് രാജ്യത്വം കൊടുത്തപ്പോൾ അവൻ നിങ്ങളെ അവൻ്റെ രക്തത്താൽ കഴുകി വേർതിരിച്ചു. ഹല്ലേലൂയ. ആ വേർതിരിച്ചവരെ, അടുത്ത വാക്യം പറയുകയാണ്, ആ വേർതിരിച്ചവരെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ സഭയിലാക്കി വെച്ചത് വിളിച്ചവരെയും നീതീകരിച്ചവരെയും തേജസ്കരണത്തിലേക്ക് നടത്തിക്കൊണ്ടുവരുവാനാണ്. ഹല്ലേലൂയ. ആ തേജസ്കരണത്തിലേക്ക് നടത്തുവാനാണ് ദൈവം നമ്മളെ ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്നത്. അതിനാണ് വായിക്കുന്നത്, ബൈബിൾ ക്ലാസ്സുകൾ നമ്മൾ കൂടുന്നത്, ഡെലിവറൻസ് ക്ലിനിക്കുകൾ കൂടുന്നത്, എല്ലാം നമ്മളെ തേജസ്കരണത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് വീണ്ടും എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 18-ാം വാക്യം പ്രകാരം പറയുന്നു, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്കു പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളിൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു.
നമ്മളെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിക്കുവാനാണ് നമ്മൾ ഈ സഭയിലേക്ക് കടന്നു വരുന്നത്. പ്രത്യാശയിൽ പിടിച്ച് ആ വിശ്വാസത്തിൽ നിറഞ്ഞ് മുൻപോട്ട് പോകുവാനാണ് നമ്മൾ വചനം വായിക്കുന്നത്, ദൈവസഭയിൽ വരുന്നത്, കർത്താവിന്റെ പ്രസംഗം കേൾക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ദൈവത്തിന്റെ ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രായപ്പിനായിട്ട് വരുന്നു. ദൈവത്തിന് ബോഷ്ക്ക് കഴിയാത്ത നിത്യമായ 2 കാര്യങ്ങൾ. ആ നിത്യമായ 2 കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം സ്വർഗത്തിൽ ഇന്നും നമുക്ക് വേണ്ടിയുണ്ട്. 2, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ കഴിക്കുന്നു. ആ 2 കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രബോധനം ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. വീണാലും നിന്നെ എഴുന്നേൽപ്പിക്കാൻ ഒരു കർത്താവ് നമുക്ക് അവിടെയുണ്ട്. ഹല്ലേലൂയ. നിന്നെ കഴുകി ശുദ്ധിയാക്കുവാൻ യേശു രക്തം നമ്മുടെ മധ്യത്തിൽ അവിടെ സ്വർഗത്തിലുണ്ട്. പഴയ നിയമത്തിൽ ആ 2 കാര്യങ്ങളിലാണ് ആളുകളുടെ ശുദ്ധി വരുന്നിരുന്നത്. ഒന്ന്, ഈ രക്തത്താലുള്ള യാഗവും പുരോഹിതന്റെ മധ്യസ്ഥതയും. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥത നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. അവന്റെ രക്തം നമ്മളെ കഴുകുവാൻ സ്ഥിരമായിരിക്കുന്നു. ആ 2 കാര്യങ്ങളിൽ പ്രബോധനം പ്രാപിച്ച് ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ദേഹിയുടെ ഒരു നങ്കൂരമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരം. ആ പ്രത്യാശ നമ്മൾ വിട്ടുകളഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ നിലനിൽപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്താണ് ആ പ്രത്യാശ? കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കും. നമ്മളെ ആ യേശുവിന്റെ അനുരൂപരാക്കി മാറ്റും. നമുക്ക് വേണ്ടി സ്വർഗത്തിലും നിത്യതയിലും ഒരു പ്രതിഫലം നമുക്ക് വെച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ എന്ത് ചെയ്യണം? നമ്മൾ പിടിക്കണം. ആ പ്രത്യാശ നമ്മൾ മാറിപ്പോകരുത്. അവിടെ പറയുന്നു, അത് നിശ്ചയമായും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ തിരശീലക്കകത്തേക്ക് കടക്കുന്നതാണ്. ഹല്ലേലൂയ. തിരശീലയ്ക്ക് പുറത്തുള്ള ഈ ലോകത്തിലുള്ള പ്രത്യാശയല്ല. പിന്നെയോ യേശു എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്ന ആ തിരശീലക്കകത്തുള്ള പ്രത്യാശയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഹല്ലേലൂയ. ആ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കുമെങ്കിൽ നമ്മളെ വിശ്വാസം തെറ്റിക്കുവാൻ ആർക്കും കഴിയില്ല. ആ പ്രത്യാശയാണ് വിശ്വാസത്തിന്റെ നങ്കൂരം. ഹല്ലേലൂയ. നമ്മൾക്കറിയാം, പാറമടക്കുകളിലേക്ക് കയറിപ്പോകുന്ന പർവ്വതാരോഹർ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ആ പാറയിൽ ഒന്ന് കൊത്തിവെക്കും. അതിൽ പിടിച്ച് അകത്തോട്ട് കയറുന്നത്, ആ നങ്കൂരം ഇട്ടിട്ട ഇവിടെ ആ മോളിലോട്ട് കയറിപ്പോകുന്നത്. അതേ ഒരു വിശ്വാസിയുടെ, ഒരു ദൈവമക്കളുടെ ആ നങ്കൂരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ലഭിക്കുന്ന ചില പറ്റുമാനങ്ങളോ പദവികളോ ഒന്നുമല്ല. പിന്നെയോ ആ പ്രത്യാശയുടെ നങ്കൂരമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മൾ പിന്മാറിപ്പോകും. ഈ ലോകത്തിൽ കിട്ടുന്നതെല്ലാം, സമ്പത്തായിക്കോട്ടെ പദവികളായിക്കോട്ടെ, എല്ലാം എന്തുവരാമോ ഒരു നിമിഷം മാറിപ്പോകും, അല്ലെങ്കിൽ മറ്റൊരു അടിച്ചുകൊണ്ട് പോകും. പക്ഷേ ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയുവാൻ ഒരാൾക്കും തൊടുവാൻ കഴിയാത്തവണ്ണം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ പ്രത്യാശയിൽ നിറഞ്ഞവരായി തീർക്കണം. അല്ലെങ്കിൽ നമ്മളേ നിമിഷവും വിശ്വാസം മാറിപ്പോവും. ഹല്ലേലൂയ. അതാ പറഞ്ഞ കൊലോസ്യർ 3:12 സുവിശേഷത്തിന്റെ പ്രത്യാശ നിന്നും നിങ്ങൾ ഇളകി പോകാതെ സ്ഥിരവും അടിസ്ഥാനമുള്ള നിന്നാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രത്യാശ എത്രത്തോളം ഉണ്ട്? ആ പ്രത്യാശ നിറഞ്ഞവരാണെങ്കിൽ ഇന്ന് നമുക്ക് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ആ കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. യൂദ ലേഖനത്തിൽ 20-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നമ്മൾ നിൽക്കുന്നതല്ല, പ്രത്യാശ നമ്മൾ നിറയുമ്പോൾ കർത്താവ് എന്തെന്നറിയാമോ? ആ പ്രത്യാശ ഉറപ്പിച്ച് നമ്മളെ ദൈവസന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ളവനാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രത്യാശയിൽ നിറഞ്ഞ് ജീവിക്കുവാനാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ ഒരു നങ്കൂരമാണ്. ആ നങ്കൂരം വിട്ടുപോയാൽ, പ്രത്യാശ വിട്ടുപോയാൽ പിന്നെ എന്തില്ല, നമുക്കൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ഹല്ലേലൂയ വചനത്തിലോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഈ പ്രത്യാശയും നമ്മുടെ തേജസ്കരണമെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ സഹോദരന്മാരുടെ ഇടയിലൂടെയാ. ഒരിക്കലും ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് ആരെയും ദൈവം എന്ത് ചെയ്യുന്നില്ല, തേജസ്കരിക്കുവാനുള്ള കൃപ നൽകുന്നില്ല. പിന്നെയോ സഹോദരന്മാരുടെ ഇടയിൽ, സഭയിൽ, വിശ്വാസ ജീവിതത്തിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ തേജസ്കരിക്കേണ്ട ഓരോ സ്റ്റെപ്പും നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സഭാജീവിതവും സഹോദരന്മാരുടെ ജീവിതവും ദൈവം, യേശുവും ദൈവവും വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ എന്ത് ചെയ്ത് അലക്ഷ്യമാക്കി കളയരുത്. ഹല്ലേലൂയ. അതിനെ നമുക്ക് 1 യോഹന്നാൻ 3:14, യോഹന്നാനിലെ ലേഖനം 1:3. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു. ഹല്ലേലൂയ. ജീവനുണ്ടാകുന്നോ, നിങ്ങൾ മരിച്ചവരാണോ എന്ന് ദൈവം തീരുമാനിക്കുന്നത് സഹോദരന്മാരെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കിക്കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ എത്ര ഹല്ലേലൂയ പറഞ്ഞാലും, എത്ര ആരാധിച്ചാലും, എത്ര സ്തുതിച്ചാലും സ്നേഹമില്ല, അല്ലെങ്കിൽ സഹോദരനോട് എവിടെയെങ്കിലുമൊക്കെ മുറിവെറുപ്പുണ്ടെങ്കിൽ കർത്താവ് അത് കാണും. നമ്മൾ മരണത്തിലാണ്. അതാണ് ദൈവം നമ്മുടെ സഹോദര ബന്ധം ഏറ്റവും ഗൗരവമായിട്ട് കാണുന്നു എന്ന് ബൈബിൾ പറയുന്നത്. നമ്മൾ ഇന്നലെ ഞങ്ങൾ ആ ക്ലാസ്സിൽ പഠിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ പോലും ഒരു കോടതി മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. 3 കോടതികൾ ഗുണങ്ങളിൽ പഠിക്കാനിടയായി. ആ ചെറിയ കാര്യം മതി, സഹോദരന്മാർ തമ്മിലുള്ള ഒരു ചെറിയ വിഷയം മതി, ദൈവം അത് ഗൗരവമായിട്ടെടുക്കും. അതുകൊണ്ട് നമ്മൾ വളരെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം വളരെ ഗൗരവത്തിൽ നമ്മൾ വീക്ഷിക്കണം. ഹല്ലേലൂയ. അതിന്റെ 1 തെസ്സലോനിക്കർ 4:9 അവരെ തെസ്സലോനിക്കരെ കുറിച്ച്, അവരുടെ സ്നേഹത്തെ കുറിച്ച് പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4:9 സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മെക്കദോനിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും അധികമായി വർദ്ധിച്ചു വരുവാനാണ്, കുറഞ്ഞു പോകാനല്ല. വർദ്ധിച്ച് വന്ന് ആ സഹോദര സ്നേഹം വർദ്ധിച്ച് അങ്ങനെ ദൈവത്തിന്റെ മക്കളായി കർത്താവിന് മുന്നിൽ നിൽക്കുവാൻ. ഹല്ലേലൂയ. വീണ്ടും സെഖര്യാവിന്റെ പുസ്തകം, പഴയ നിയമത്തിലും കർത്താവ്, ആ ദൈവം അത് തന്നെയാണ് വീക്ഷിക്കുന്നത്. സെഖര്യാവിന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ അതിന്റെ 8-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പറയുന്നു, ഞാൻ ഈ കാലത്ത് യെരൂശലേമിനും യഹൂദാഗൃഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. അതിനെന്ത് ചെയ്യണം? നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരന് നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയാം, നമ്മുടെ ഹൃദയത്തിൽ ചെറിയൊരു ദോഷം നമ്മുടെ സഹോദരനുമായി ഉണ്ടായാൽ പോലും നന്മകൾ, ഞാൻ വീണ്ടും നന്മ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ആ നന്മ നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ, നീ കർത്താവിന് നിൽക്കണമെങ്കിൽ, നമ്മളുടെ നന്മ എല്ലാം സ്വർഗത്തിലാണ്, അവിടെ നിനക്ക് കർത്താവിന് നിൽക്കണമെങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ നേരെ ഒരു ദോഷം പോലും നിരൂപിക്കരുത്. പഴയ നിയമം നമ്മളോട് പറയുക. അത്രത്തോളം ഹല്ലേലൂയ ഗൗരവമായിട്ട് കാണുന്നുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അതിന്റെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമുക്ക് സഹോദരന്മാരുടെ വിഷയത്തെക്കുറിച്ച് നമ്മൾ കാനാന്റെ വിഷയം നമ്മൾ കണ്ടു. കയീൻ ദോഷം ചെയ്തു. അവനെന്ത് ചെയ്തു? സഹോദരനെ കൊന്നു. നമ്മൾ എബ്രാഹിമിനെ കണ്ടു. എബ്രാഹിം എന്ത് ചെയ്തു? ഒരു ചെറിയ പിണക്കം പോലും ആ സഹോദരൻ നമ്മൾ ഉണ്ടാകാതിരിപ്പാൻ അവന്റെ എല്ലാം എന്ത് ചെയ്തു? നീ എടുത്തോ,
നമ്മൾ തമ്മിൽ ഒരു പിണക്കവും ഉണ്ടാകരുതേ. അത്ര വലിയ സമ്പത്ത്, ആ സഹോദരന്മാരുടെ സ്നേഹം ദീർഘമായി നിൽക്കുവാൻ തൻ്റെ സമ്പത്തൊക്കെയും ഇഷ്ടമുള്ളത് എടുത്തു എന്ന് പറഞ്ഞ് ലോത്തിനെ അയച്ചു. ഹല്ലേലൂയ. നമ്മൾ മോശയെ കുറിച്ച് കണ്ടു. മോശെ തൻ്റെ അനിയനായ ജ്യേഷ്ഠ അഹറോനും തൻ്റെ സഹോദരിയും തൻ്റെ ഒരു കാര്യത്തെ തനിക്കെതിരെ പിറുപിറുത്തപ്പോൾ, തനിക്കെതിരെ അവരെ ഒത്തുകൂടിയപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും മോശെ എന്ത് ചെയ്തില്ല? അവരെ കുറ്റം പറഞ്ഞില്ല, അവരോട് പ്രതികരിച്ചില്ല. പക്ഷേ അവർ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം കേട്ടു. ദൈവം അവരോട് ചോദിക്കുകയാണ്, ഹാലയ, എൻ്റെ ദാസനായ ഈ മോശയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയാൻ ശങ്കിക്കാഞ്ഞതെന്ത്? അവൻ അതിസൗമ്യനാണെന്നൊരു സപ്പോർട്ട്, സാക്ഷ്യം കൂടി ദൈവം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ സഹോദരന്മാർ തമ്മിൽ ബന്ധത്തിൽ, സഭയിലെ വ്യക്തികൾ തമ്മിൽ ബന്ധത്തിൽ ഏറ്റവും ശ്രദ്ധയോടെ ആയിരുന്ന മാത്രം കർത്താവ് നമ്മൾക്ക് എന്തെന്നറിയാമോ? നന്മകൾ വരുത്തുവാനും കർത്താവ് നിൽപ്പാനും നമ്മൾക്ക് കൃപ നൽകും. ഇന്ന് നമ്മൾ വീണ്ടും ചില സഹോദരന്മാരുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ മക്കളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നോഹയുടെ മക്കൾ, ഉൽപ്പത്തി 9-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചു. തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് 2 സഹോദരന്മാരെയും അറിയിച്ചു. ഹല്ലേലൂയ. തൻ്റെ പിതാവ് വീഞ്ഞു കുടിച്ച് മഗ്നനായി കിടക്കുമ്പോൾ വസ്ത്രങ്ങളെല്ലാം മാറിക്കിടക്കുന്നു. ആ കാനാന്റെ പിതാവായ ഹാം ആ പിതാവിൻ്റെ നഗ്നത കണ്ട് തൻ്റെ മറ്റു സഹോദരന്മാരെ വിളിച്ചറിയിക്കുകയാണ്. ഇത് കണ്ടോ, പിതാവിൻ്റെ നഗ്നത. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരന്മാരുടെ കുടുംബങ്ങളിലെ വ്യക്തികളിലെ ചില കുറവുകൾ, ഹല്ലേലൂയ, കുടുംബങ്ങളിലായിക്കോട്ടെ, വ്യക്തികളിലായിക്കോട്ടെ, സഭകളിലായിക്കോട്ടെ, ചില കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും. ആ കുറവുകളെ, ആ നഗ്നതയെ പുറത്ത് പറഞ്ഞ് മറ്റുള്ളവരോട് പറയാനല്ല കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആ കുറവിനെ, ആ നഗ്നതയെ മറച്ചു പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കനാൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ സഹോദരന്മാരെ തന്നെ വിളിച്ചറിയിക്കുകയാണ്. ഇതാ പിതാവ് നഗ്നനായി കിടക്കുന്നു, അവന്റെ കുഴപ്പമാ, അവന്റെ കഥ. എന്നാൽ ആ മറ്റു 2 സഹോദരന്മാർ നോക്കി, അവർ ഒരു വസ്ത്രക്ഷേമം യാഫേത്തും ഒരു വസ്ത്രമെടുത്തു, ഇരുവരുടെയും തോളിലിട്ടു, വിമുഖരായി ചെന്നു. പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. അവർ അത്ര ഭയഭക്തിയോടും ബഹുമാനത്തോടും കൂടി തൻ്റെ പിതാവിന്റെ നഗ്നത നോക്കാൻ പോലും നിൽക്കാതെ, ഹല്ലേലൂയ, ആ പുതപ്പെടുത്ത് പിതാവിന്റെ നഗ്നതയിലേക്കിട്ട് ആ നഗ്നത മറച്ചു. അതാരും കണ്ടിട്ടില്ലെങ്കിലും സ്വർഗ്ഗത്തിൽ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ കാനാന്റെ പിതാവായ ഹാമിനെ പോലെ നഗ്നതകൾ നമ്മുടെ സഹോദരങ്ങളുടെ വ്യക്തിബന്ധങ്ങളില്, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളില്, അല്ലെങ്കിൽ സഭയിലെ ബന്ധങ്ങളില് എവിടെയെങ്കിലൊക്കെ കുറവുകളില്ലാത്ത മനുഷ്യരില്ല. എല്ലാവരും കുറവുള്ളവരാ. ആ കുറവിനെ പെരിപ്പിച്ച് കാട്ടാനും 4 ചെവികളിലേക്ക് എത്തിക്കാനും അത് പോസ്റ്റിട്ടൊടിക്കാനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ അതിനെ മറച്ചു പിടിച്ച് ആ മുട്ടിമേലിരുന്ന് എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവേ അവന്റെ ജീവിതത്തിലുള്ള കുറവുകളെ, ഹല്ലേലൂയ, അത് മാറ്റുവാൻ ദൈവത്തിന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് തിരികെ അവനെ വഴിയിലേക്ക് നടത്തുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിന് എന്ത് പറ്റിയെന്നറിയാമോ? കനാൻ ശപിക്കളെ മകൻ ചെയ്ത് അറിഞ്ഞു. അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും. നഗ്നത വെളിപ്പെടുത്തിയവന്റെ തലമുറ ശപിക്കപ്പെട്ടു പോയി. ഖനാനല്ല ചെയ്തതെങ്കിലും അവന്റെ പിതാവ് നഗ്നത വെളിപ്പെടുത്തിയെങ്കിലും ആ ശാപം തലമുറയിലേക്ക് കടന്നു വന്നു. നിത്യകാലം കനാൻ ശപിക്കപ്പെട്ടവനായി മാറി. ഹല്ലേലൂയ. ഇന്ന്
നമ്മളെ ഹൃദയങ്ങൾ നമ്മൾ ശോധന ചെയ്യണം. ഓരോ പ്രവർത്തികളും നമ്മൾ ശോധന ചെയ്യണം. സഹോദരൻ മാത്രമുള്ള ബന്ധത്തെ ദൈവം ഗൗരവമായി കാണും. നമ്മൾ ഹൃദയത്തിൽ ഒന്ന് കുറിച്ചിടണം. ഒരുവന്റെയും നഗ്നത, സഭയിലെ നഗ്നത, കുറവുകൾ, പ്രതികൂലങ്ങൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടാനല്ല, അതിനെ മറച്ചൊന്ന് പിടിക്കാൻ. മറച്ചു പിടിച്ചവൻ ആരെന്നറിയാമോ? യാഫേത്തും ശേമും. ഹല്ലേലൂയ. ആ ശേമിന്റെ പേരാണ് ഹല്ലേലൂയ യേശുവിന്റെ വംശാവലിയിൽ ശേമിന്റെ മകനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഇന്ന് പ്രിയരെ, നമ്മൾ ചിന്തിക്കണം, വിഷയത്തിൽ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. മറ്റുള്ളവരുടെ കുറവുകളെയും പ്രതികൂലങ്ങളെയും എടുത്ത് എന്ത് ചെയ്യരുത്? ആഘോഷിക്കാൻ നിൽക്കരുത്. പിന്നെയോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി അവന് വേണ്ടി സമയം ചെലവഴിക്കുവാൻ, അവന്റെ കുറവുകളെ സ്നേഹത്തിൽ മാറ്റുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നമ്മുടെ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അതറിയാം. പരീശൻ ഒരുവന്റെ വീട്ടിലേക്ക് കടന്നു വന്ന യേശുവിനെ കുറിച്ച് പറയുകയാണ്. പരീശന്മാർ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്നു, ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായൊരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ടവരെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ഹല്ലേലൂയ. തൻ്റെ ഏറ്റവും ചെറിയ ആ സഹോദരി കർത്താവിനുണ്ടി ചെയ്തപ്പോൾ അവിടെ വന്ന വീട്ടും ഉടമസ്ഥൻ അവൻ്റെ ഉള്ളിൽ പറയുക, ഇവൾ എങ്ങനെയുള്ള സ്ത്രീ, ഇവളൊരു പാപിയല്ലോ എന്ന് ഉള്ളത്തിൽ പറഞ്ഞു. എന്നാൽ ഉള്ളത്തിൽ ചിന്തിക്കുന്നത്, ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ അറിയുന്നവൻ അവിടെയുണ്ട്. ഹല്ലേലൂയ. അവിടെ അവർ പറയുകയാണ്, അവൻ ശീമോനോട് പറഞ്ഞു, നീ വിധിച്ചത് ശരി തന്നെ എന്ന് പറഞ്ഞു. ആ സ്ത്രീയോട് തിരിഞ്ഞു ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ നീ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിൽ വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നതുപോലെ ഇവിടെ എൻ്റെ തലയിൽ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. 3 കാര്യങ്ങൾ ഒരു അതിഥി ഒരു വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, അന്നത്തെ കാലത്ത് വളരെ ആ വെയിൽ നടന്നു വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നത് അവരുടെ കാലിൽ വെള്ളം കൊണ്ട് കാല് കഴുകണം, ചുംബിക്കണം. പിന്നെ തലയിൽ ആ തൈലം ഒഴിച്ച് അവരെ ഒന്ന് നനപ്പിക്കണം. ഇത് 3 ആര് ചെയ്തില്ല? പരീശനായവൻ ചെയ്തില്ല. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന ആ വീട്ടിൽ കടന്നു വന്ന ആ സ്ത്രീയുടെ പാപത്തെ, കുറവുകളെ അവന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ചപ്പോൾ തന്നെ കർത്താവ് അവന്റെ കുറവുകളെയും ചൂണ്ടിക്കാണിക്കുവാൻ തുടങ്ങി. എന്താണ് അവന്റെ കുറവ്? നീ എനിക്കത് തന്നില്ല, നീ എനിക്ക് ഇങ്ങനെ ചെയ്തില്ല, നീ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് നീ കുറ്റക്കാരൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ അനേകരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി പലതും ചെയ്യാത്തത്, കർത്താവിന് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾ ഒന്നും കർത്താവ് നമുക്ക് വേണ്ടി കണക്കിടുന്നില്ല. അവൻ നോക്കിയിരിക്കുക, അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്തിന് വേണ്ടി. ഹല്ലേലൂയ. നമുക്ക് വേണ്ട സമയം നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾക്ക് വേണ്ട പണത്തിന് നമുക്ക് കൊടുക്കേണ്ട കാര്യം നമുക്ക് ദൈവത്തിന് കൊടുത്തിട്ടില്ല. അതൊന്നും കർത്താവിന് പ്രശ്നമല്ല. എന്നാൽ നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, മറ്റുള്ളവരുടെ പാപത്തെ നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ കർത്താവ് അത് നമുക്ക് വേണ്ടി കണക്കിടും. നീ കൊടുക്കാത്തത്, നീ ചെയ്യാത്തത്, നീ പ്രവർത്തിക്കാത്തത് കർത്താവോടെ കണക്കെഴുതി വെക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ മറ്റുള്ളവന്റെ കുറ്റം ഹൃദയത്തിൽ ചിന്തിക്കുകയും അവനെ വിധിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ശീമോനെ, നീ എനിക്ക് ഇന്ന് തന്നില്ല, ഇന്നത് ചെയ്തില്ല. അവൻ വീട്ടിൽ വന്നതും ചെയ്യാത്തപ്പോഴും കർത്താവ് ഒരു വാക്ക് പോലും അവനോട് ചോദിച്ചില്ല. ആ വീടിന്റെ വാതിക്കൽ ഒന്നും ഒഴിച്ചില്ല. കർത്താവ് നീ എന്താ ഒഴിക്കാതെന്ന് ചോദിച്ചില്ല. ചുംബനം കൊടുത്തില്ല, നീ എന്തുകൊണ്ട് ചുംബനം ചോദിക്കുന്നില്ല. എന്നാൽ ആ പാപിനിയായവളെ, ആ സാധു സ്ത്രീയെ വിധിച്ചപ്പോൾ അവിടെ പറയുക, നീ എനിക്കിത് ചെയ്തു തന്നിട്ടില്ല, നീ എന്ത് ചെയ്യണം? നീയും കുറ്റക്കാരനാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മൾ മറ്റുള്ളവർ വിധിക്കുമ്പോൾ
എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മളെയും കർത്താവ് വിധിക്കും. സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുക, മറ്റുള്ളവർ വിധിക്കാനല്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അവരെ പണിയുവാനാണ്, അവരെ കർത്താവിലേക്ക് നടത്തുവാനാണ്, അവരെ സെറ്റിന് എണ്ണുവാനാണ്. ഹല്ലേലൂയ. വീണ്ടും അതിന് ലൂക്കോസിന്റെ 22-28 വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്ന പോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവരാണ്. കർത്താവിന്റെ പരീക്ഷയിൽ, കർത്താവിന്റെ വേലയിലെല്ലാം ആ ചുമല് കൊടുത്ത ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ എൻ്റെ പരീക്ഷ എന്നോട് നിലനിന്നവരാണ്. ആ നിങ്ങൾക്കൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. എവിടെയാണ് പ്രതിഫലം? നമ്മൾ കർത്താവിന്റെ വേലയിലും സഹോദരന്മാരുടെ ആ പ്രതികൂലങ്ങളിലും എല്ലാം നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾക്കൊരു പ്രതിഫലം കർത്താവ് സ്വർഗത്തിൽ വച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വന്ന് എൻ്റെ പരീക്ഷകളിൽ, ഇന്ന് കർത്താവ് നമ്മളുടെ സഭയോട് ചേർന്നിരിക്കുക. എപ്പോഴും നമ്മുടെ ദൈവദാസൻ നമ്മൾ പഠിപ്പിക്കും, യേശു എന്ന് പറയുമ്പോൾ അവൻ്റെ സഭയും അവിടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഓരോ അംഗങ്ങളായ ഓരോരുത്തരും ആ സഭയോടുകൂടെയും യേശു എന്ന് പറയുമ്പോഴുണ്ട്. നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ഓരോ വിഷയങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, സഭയ്ക്ക് വരുന്ന പ്രതികൂലങ്ങളിലൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കുമെങ്കിൽ ഒരു പ്രതിഫലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പരീക്ഷകളിൽ ആളെ വിട്ടു പോകാനല്ല, അവനെ തൗട്ടിക്കളയല്ല, സഭയ്ക്ക് വരുന്ന പ്രതികൂലം അവനെ വിട്ട് മാറിവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ആ പരീക്ഷണങ്ങളിലും പ്രതികൂലങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കുവാൻ, ആ പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ ചേർന്ന് നിൽക്കുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നിലനിന്നവർക്കൊരു പ്രതിഫലം ഉണ്ട്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ആ നോഹയുടെ മക്കളിൽ നിന്നും കുറച്ചുകൂടി കഴിയുമ്പോൾ യോസേഫിനെ കുറിച്ച് നമ്മൾ കാണുന്നു. യോസേഫും യോസേഫിന്റെ സഹോദരന്മാരും. നമുക്ക് സങ്കീർത്തന പുസ്തകം 105:18 വായിക്കുമ്പോൾ, ആദ്യം അത് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സങ്കീർത്തനം 105:18 യോസേഫിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. അതിന് 105:18 യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു ശോധന യോസേഫിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ആ ശോധന കർത്താവ് ആഗ്രഹിച്ച പ്രകാരം കർത്താവ് അവനെ ഒന്ന് ശോധന ചെയ്ത് പുത്തനാക്കിയെടുക്കുന്നവരെ എന്ത് സംഭവിച്ചെന്ന് പറയുന്നത്, അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ചെറിയ ഘട്ടങ്ങളിലൂടെയോ എവിടെയെങ്കിലും പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ഓർക്കണം, കർത്താവ് നമ്മളെ ചില ശോധനകളിലൂടെ കടത്തിവിടുകയാണ്. അത് ഹല്ലേലൂയ നാശത്തിനായിട്ടല്ല, പിന്നെയോ നമ്മളെ പുതുക്കി 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 കർത്താവിന് അനുരൂപമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒന്നും നമ്മുടെ ദോഷത്തിനായിട്ടല്ല, പിന്നെയോ നമ്മളെ പുതുക്കി കർത്താവിനെന്ന പോലെ ആക്കി എടുക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമുക്കറിയാം, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവനറിയാം നമ്മളെ ഓരോരുത്തരെയും എന്തിനാ ആ കർത്താവിന് പോലെയാക്കി അവന്റെ മുമ്പിൽ നിർത്തുവാൻ വേണ്ടിയാണ് വിളിച്ചതെങ്കിൽ ഹല്ലേലൂയ അത് കൃത്യമായി നിർവഹിക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ അടുത്തിരിക്കുന്നവനോ നമ്മുടെ സഹോദരനോ പാസ്റ്റർക്കോ അറിയില്ല. ഹല്ലേലൂയ. ഏതു വഴിയിലൂടെ നടത്തിയാൽ, ഏത് രീതിയിൽ നടത്തിയാൽ അങ്ങനെ കർത്താവിനെ പോലെയാക്കി അവന്റെ മുമ്പിൽ നിർത്തുവാൻ കഴിയുമെന്ന് അറിയുന്നവൻ ഒരുവനേയുള്ളൂ, നമ്മുടെ കർത്താവായ യേശു. അവൻ ആ വഴികളിലൂടെ നടത്തും. ഹല്ലേലൂയ. അവിടെയാ യോസേഫിന്റെ വിജയം. അവിടെ നമുക്ക് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് പോകുമ്പോൾ അതിന്റെ 37 വാക്യത്തിലോട്ട് വരുമ്പോൾ യോസേഫിന് നേരിട്ട് ചില കാര്യങ്ങളുണ്ട്. 37 അതിന്റെ 4 വാക്യം, അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവിടെ മുതൽ അവനെ പകയ്ക്കാൻ സഹോദരന്മാർ തുടങ്ങി. അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം.
അപ്പൻ അവനെ കൂടുതൽ സ്നേഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ സഹോദരന്മാർക്കുള്ളിൽ നീരസമുണ്ടായി. ഹല്ലേലൂയ. എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലായിക്കോട്ടെ, ചിലപ്പോൾ സ്നേഹസഭകളിലായിക്കോട്ടെ ഒക്കെ സ്നേഹത്തിന് വ്യത്യസ്ത സ്വഭാവങ്ങൾ ദൈവം കൊടുത്ത പോലെ ആളുകൾ സ്നേഹിക്കും. പക്ഷെ അവിടെയൊന്നും മറ്റുള്ളവരെ പകയ്ക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ എന്തു? സഹോദരന്മാർ അവനെ പകച്ചു. അതിന്റെ 5-ാം വാക്യം, ആ സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. ആ ദർശനം അറിയിച്ചത് കൊണ്ട്, ദർശനം എല്ലാവർക്കും അറിയാൻ വിവരിക്കുന്നില്ല, ദർശനം അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും പകച്ചു. ഹല്ലേലൂയ. ദർശനം കിട്ടിയവനെ ഹല്ലേലൂയ പകയ്ക്കുന്നവൻ. അതിന്റെ 9-ാം വാക്യം പറയുന്നു, അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും പിന്നെയും ദ്വേഷിച്ചു. പിന്നെ വീണ്ടും 11-ാം വാക്യം വരെ പറയുന്നു, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അവസാനം അത് ഓരോ ദിവസവും ദർശനം കിട്ടിയവന് ഓരോ ദിവസവും ദേഷ്യവും അവനോടുള്ള പകയും വർദ്ധിച്ച്, അസൂയം വർദ്ധിച്ച്, അവനെന്ത് ചെയ്തു? എടുത്തൊരു പൊട്ടക്കുഴിയിലേക്ക് ഇട്ടു. നമുക്കറിയാം പിന്നെ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാം. അവന് ദർശനം കിട്ടി, പൊട്ടക്കിണറിലിട്ടു, മിസ്രൈമിന് വിറ്റു, പോത്തിഫറിന് കിട്ടു, പിന്നെ ജയിലിലായി. ഇങ്ങനെയുള്ള മഹാപ്രതികൂലങ്ങളിലൂടെ കടന്നു വന്നിട്ട് ഹല്ലേലൂയ അവന്റെ കടന്നുപോയതിനു ശേഷം ആ സഹോദരന്മാരെ മുഖാമുഖം കാണുകയാണ്. 45-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ മുഖാമുഖം കാണുന്നു. മുഖാമുഖം കടന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ വിഷയം. 45-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഹല്ലേലൂയ. സഹോദരന്മാർ അത്ര ദ്വേഷിച്ചിട്ടും അസൂയപ്പെട്ടിട്ടും അവനെ പൊട്ടക്കിണറിലിട്ടും ജയിലിലാക്കിയിട്ടും ഹല്ലേലൂയ അത് അവന് മനസ്സിലായി. എന്താ? അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. എന്നെ ഒരു മുത്തുപോലെ വിളക്കിയെടുക്കാൻ വേണ്ടിയാണ്, എന്റെ ദോഷത്തിനല്ല, എന്നെ കേടുവരുത്താൻ വേണ്ടിയല്ല. എനിക്ക് മുമ്പേ നിങ്ങളെ എന്നെ ഇങ്ങോട്ട് അയച്ചതാകുന്നു. ഹൃദയത്തിൽ പോലും ചെറിയൊരു പരിഭവമില്ല, ഹൃദയത്തിൽ പോലും ഒരു കുത്തുവാക്കില്ല, ഹൃദയത്തിൽ പോലും പിറുപിറുപ്പില്ലാതെ അവൻ തന്റെ സഹോദരന്മാരോട് പറയുക, സഹോദരാ, നിങ്ങൾ വിഷമിക്കേണ്ട, എന്നെ ദൈവം അയച്ചതാകുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്കതുപോലെ പറയാൻ കഴിയുമോ? നമ്മളെ ദേഷിക്കുന്നവരോട്, നമ്മളെ കൊടുക്ക് ഉദ്യോഗിച്ച് പൂട്ടുന്നവരോട്, നമ്മളെ വെറുക്കുന്നവരോട് നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ചില പരീക്ഷകളിലൂടെ കടത്തിവിടുന്നത്, ചില പ്രതികളിലൂടെ കടത്തിവിടുന്നത് നമ്മളെ തകർത്ത് കളയാനല്ല, പിന്നെയോ നമ്മളെ പണിതെടുക്കാൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്ക്. 1 കൊരിന്ത്യർ 10:13. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഓരോ പരീക്ഷ കടന്നു പോകുമ്പോഴും, ഓരോ വിഷയങ്ങൾ കടന്നുപോഴും അത് എത്രത്തോളം ആകാമെന്നും അത് എത്രത്തോളം നിങ്ങൾക്ക് സഹിക്കാമെന്നും ഞാൻ നേരത്തെ അറിയാവുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതിലൂടെ മാത്രമേ അവൻ നമ്മളെ കടത്തിവിടുള്ളൂ. എനിക്കിത് കൂടിപ്പോയി, അയ്യോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം നമ്മുടെ ദൈവത്തിനറിയാം, നമ്മളെ സൃഷ്ടിച്ചവനറിയാം, നമ്മളെ തെരഞ്ഞെടുത്തവനറിയാം, നമ്മൾ ഏത് വഴിയുടെ കടത്തിവിട്ടാൽ ഇവൻ മുത്തായി മാറും, ഇവനെ കർത്താവിന് നിർത്താൻ പറ്റുമെന്ന് ഒരുവനെ അറിയൂ. അവൻ ആ കഴിയുടെ കടത്തിവിടും മാത്രമല്ല, പരീക്ഷയോടുകൂടെ അവനൊരു പോക്കു വഴി ഉണ്ടാക്കും. ഹല്ലേലൂയ. ആ വഴിയുടെ കടത്തി വന്നുകൊണ്ട് അവനെ ആ കർത്താവിന് മുന്നിലേക്ക് നിൽക്കുന്നതിനുള്ള വഴിയിലേക്ക് അങ്ങോട്ട് കയറ്റി അയക്കും. അതാണ് നമ്മുടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതു പരീക്ഷകളിലും യോസേഫിനെ പോലെ തൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കാനുള്ള ഹൃദയം കർത്താവ് ഉണ്ടോ എന്ന് നമ്മളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഒരു തരിമ്പ് പോലും തൻ്റെ സഹോദരനോട് അനിഷ്ടം കാണിച്ചില്ല, ഒരു വായനവൻ പെറുപെറുപ്പും വന്നില്ല. ഹല്ലേലൂയ. 1 പത്രോസ് 4:12 പ്രകാരം പറയുന്നുണ്ട്. 1 പത്രോസ് 4:11 വായിക്കാം. നിങ്ങൾക്ക് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഹല്ലേലൂയ.
നമുക്ക് പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒരു അപൂർവ കാര്യങ്ങളായിരിക്കും. മറ്റവന് സംഭവിക്കാത്ത, അടുത്ത ഭവനത്തിൽ സംഭവിക്കാത്ത, അടുത്ത സഹോദരന്മാർക്ക് സംഭവിക്കാത്ത ചില അപൂർവ കാര്യങ്ങൾ വന്നെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിശയിക്കരുത്. ചില അപൂർവ കാര്യങ്ങളുടെ കർത്താവ് നമ്മൾ നടത്തിവിടും. അയ്യോ, എൻ്റെ അടുത്ത ഭവനം സംഭവിച്ചിട്ടില്ലല്ലോ, എൻ്റെ സഹോദരന്മാർക്ക് സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്താ, ഞാൻ എത്ര പാപിയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അല്ല, ആ പരീക്ഷയോ നിങ്ങളെ കടത്തിവിടുന്നത് നിങ്ങളെ കുറിച്ച് കർത്താവ് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. അതിശയിച്ചു പോകരുത്. അതിശയിച്ചു പോകുന്ന വിധത്തിൽ ചില വഴികളിലൂടെ കർത്താവ് നമ്മളെ നടത്തും. അതിശയിച്ചു പോകാതെ നിന്നാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുവരാൻ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. ചില ഉല്ലാസങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചിലതിലൂടെ കടത്തിവിടുന്നത്, ആ ചിലതിലൂടെ നമ്മൾ കടത്തിവിടുന്നത് ചിലരെ കാണിക്കാനാ. കണ്ടു, എൻ്റെ മകൻ ആ കഷ്ടതയിലും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വപ്പെടുത്തുവാനാ. അപ്പൊ ചില പരീക്ഷകളിലൂടെയും ചില വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ സഹോദരന്മാരോട് പിറുപിറുക്കരുത്, അവരോട് നോക്കരുത്. പിന്നെയോ നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ 1 പത്രോസ് 3:8 പറയുന്നു, തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയോരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. എന്തു സംഭവിച്ചാലും നമ്മളോട് എന്തു നമ്മൾ അനുഗ്രഹിക്കുന്നവരായി, ആ അനുഗ്രഹത്തെ പ്രാപിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോസേഫ് എന്ത് ചെയ്തു? അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തു. അവർക്ക് കിട്ടിയ സ്ഥാനങ്ങളെല്ലാം തൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കുവാനിടയായി. അങ്ങനെ ദൈവം അവന്റെ നന്മകളെ നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് സഹോദരന്മാർ നമ്മളൊന്ന് പറയട്ടെ, ദോഷിക്കാനല്ല പകച്ചാലും, നമ്മളെ വിറ്റ് കളഞ്ഞാലും, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും പകരം ചെയ്യുവാനില്ല. അത്ര പേർ നമ്മളെ വെറുത്താലും, കുടുംബക്കാരായിക്കൂടെ മറ്റുള്ളായിക്കൂടെ ചിലർ ദൈവ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ വെറുക്കും, നമ്മൾ ഉപേക്ഷിക്കും. പക്ഷെ എത്ര ഉപേക്ഷിച്ചാലും ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിറയുമുണ്ടല്ലോ, ഒരു ഉപേക്ഷയും നമുക്ക് പ്രശ്നമായിട്ട് വരില്ല. ഹല്ലേലൂയ. അവിടെ യോസെഫിന് ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങിക്കൊണ്ട് കല്ലറയിലും പോത്തിഫറിന്റെ വീട്ടിലും വിശ്വസ്തനായിരിക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലും ആ ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിറുപിറുക്കുന്നവരായി, ദ്വേഷിക്കുന്നവരായി, സഹോദരനെ പകയ്ക്കുന്നവരായി മാറിയാൽ കർത്താവ് പിന്നെ നമുക്ക് ആ സ്നേഹത്തെ ഒഴുക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നമുക്ക് യോസേഫ് കഴിയുമ്പോൾ അതിനെ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 18:15 നിന്റെ സഹോദരനോട് പഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്കേട് നീ അവനെ സുഖം നേടി. എവിടെയെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവനെ പോയി കണ്ട് ആ സഹോദരനോട് എന്ത് ചെയ്യണം? ആ കുറ്റേറ്റു പറഞ്ഞ് പരസ്പര രമ്യതപ്പെട്ടു പോകാനാ കർത്താവ് പറഞ്ഞു. നീ അവനെ നേടുന്നവനായിട്ട് മാറണം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് അടുത്ത ഒരു 2 പേരിൽ കടന്നു. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ രണ്ട് സഹോദരിമാരെ കാണുന്നുണ്ട്. ഒരു ഭർത്താവിന്റെ 2 ഭാര്യമാർ, ഹന്നായും അവളുടെ മറ്റൊരു ഭാര്യയായ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ അന്ന് അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എൽക്കാൻ എന്ന പുരുഷനുണ്ടായിരുന്നു. ആ പുരുഷൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. അവരുടെ ഒരു ഭാര്യക്ക് പെനിന്ന എന്ന് പേര്, മറ്റേ ഭാര്യ ഹന്ന. 2 ഭാര്യമാർ ഒരു വീട്ടിൽ. ഹല്ലേലൂയ. എന്നാൽ ഹന്നായുടെ ഗർഭം, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഹല്ലേലൂയ. 2 പേർ. ഒരു ഭവനത്തിൽ 2 സ്ത്രീകൾ, 2 ഭാര്യമാർ, ഒരാൾക്ക് കുട്ടികളില്ല, ഒരാൾക്ക്
കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. പക്ഷേ ആ 2 സഹോദരികൾ ഹന്ന അഗ്നി കുട്ടികളില്ലാത്തതിനാൽ ഒരു സഹോദരി മറ്റവളെ മുഷിപ്പിച്ചു പോന്നു. ഹല്ലേലൂയ. അവിടെ പറയുക, അവിടെ നമുക്ക് നോക്കാം, അതിന്റെ 6-ാം വാക്യം പറയുന്നു, അവളുടെ ഗർഭം അടച്ചെന്നാൽ അവളുടെ പ്രതിയോഗി, അവിടെ വിളിക്കുന്നത് മുഷിപ്പിക്കുന്നവരെ, പെറുപിറുക്കുന്നവരെ, മറ്റുള്ളവരെ ദൂഷണം പറയുന്നവരെ. അവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവളുടെ പേരുകൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മുഷിപ്പിക്കുന്നവരെ, ചില പ്രതികൂലങ്ങളിൽ ഇരിക്കുന്നവരെ, ചില വിഷയങ്ങളിൽ ഇരിക്കുന്നവരെ, മുഷിപ്പിക്കുന്നവരെ, പെറുപിറുക്കുന്നവരെ, അവർക്കെതിരെ വമ്പ് പറയുന്നവരെ ദൈവവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പേരല്ല, പ്രതിയോഗി. ഹല്ലേലൂയ. ഒരു പ്രതിയോഗിയെ കുറിച്ച് 1 പത്രോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. അതേ പേരാണ് അവിടെ കുറ്റം പറയുന്നവരെയും മുഷിപ്പിക്കുന്നവരെയും വമ്പ് പറയുന്നവരെയും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, പ്രതിയോഗി. അവർക്ക് വേറെ പേരുണ്ട്. ഹല്ലേലൂയ. എന്നാലും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവളുടെ പ്രതിയോഗി എന്ന്. ഹല്ലേലൂയ. ആരെയും അവരുടെ പ്രതികൂലം നമുക്ക് ശ്രദ്ധിക്കണം. ആരുടെയും പ്രതികൂലങ്ങളിൽ അവരെ മുഷിപ്പിക്കാനല്ല, അവരെ പണിയപ്പെടുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ പേരും ഇതുപോലെ ദൈവം എഴുതി വെക്കും, പ്രതിയോഗി. ഇന്നലെ കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിച്ചു. അവിടെ കർത്താവിന്റെ വചനം പറയുമ്പോൾ ദാവീദ് ഏതൊരു പാപത്തെ പ്രതി ഊരിയാവിന്റെ ഭാര്യ, സ്വന്തം ഭാര്യയല്ല, ഊരിയാവിന്റെ ഭാര്യ എന്ന് കർത്താവിന്റെ ആ രേഖപ്പെടുത്തുന്നതിനിടയായി. അതുപോലെ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവളുടെ പ്രതിയോഗി. കർത്താവേ, എത്ര വിശുദ്ധമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം എത്ര സൂക്ഷിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവ് പേര് വചനങ്ങളിലോ ബുക്കുകളൊക്കെ എഴുതി മാറ്റും, അവളുടെ പ്രതിയോഗി. എന്നാൽ ഹന്നായെ നമ്മൾ നോക്കുമ്പോൾ അവളുടെ പ്രതിയോഗി അവളെ മുഷിപ്പിച്ചപ്പോൾ പിന്നെ അവിടെ പറയുന്നു, അങ്ങനെ അവൾ യഹോവയുടെ ഏറ്റവും പ്രധാന 7-ാം വാക്യം, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും രണ്ടുപേരും ഒരുമിച്ച് ആരാധിക്കാൻ പോവുക, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഒരുവൾ എന്താ ചെയ്യുന്നത്? മുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹോവയുടെ ആലയത്തിലേക്ക് വന്നാലും പ്രാർത്ഥിക്കാൻ വന്നാലും നീ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ പള്ളു പറയുന്നവനാണെങ്കിൽ പേര് പ്രതിയോഗി തന്നെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ആരാധിച്ചാലും, എത്ര സ്തുതിച്ച്, എത്ര വചനം കേട്ടാലും മറ്റുള്ളവരെ പള്ളു പറയുന്നവൻ, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നവന്റെ പേര് കർത്താവ് മാറ്റില്ല. പിന്നെന്ത് ചെയ്യണം? നമ്മുടെ ആദ്യം സ്വഭാവം മാറ്റിയാൽ മാത്രമേ നമുക്ക് കർത്താവ് നമ്മളെ പേര് മാറ്റൂ. ഇവിടെ ആലയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവനാ, ആലയത്തിലേക്ക് പോകുന്നിരിക്കുന്നവരും എപ്പോഴും മുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കും, കർത്താവ് അവളുടെ പേര് മാറ്റിയിട്ട് പറഞ്ഞു, നീ അവളുടെ പ്രതിയോഗിയാ. എന്നാൽ ഹന്നയെ കുറിച്ച് പറയുന്നു, അവൾ ഹന്നെ നീ എന്ത് നിന്റെ, അതിനുശേഷം അവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. പിന്നെ പറയുക, അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഓടി മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൾ പറയുന്നു, അങ്ങനെ അവൾ യഹോവയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. അവൾ ഓടി ആലയത്തിലേക്ക് ചെന്നു. അവിടെ ആലയത്തിലേക്ക് അവിടെ ഒരു സമാധാനം ഉണ്ടാകുന്ന ഓടിച്ചെന്നത്. ഓടിച്ചെന്നപ്പോൾ അവിടെ പുരോഹിതനായിരുന്ന പാസ്റ്ററായിരുന്ന ഏലി അവളുടെ വായിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടെന്നറിയാമോ? അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്ന ഏലിക്ക് തോന്നിപ്പോയി. ആ പാസ്റ്റർക്കും തെറ്റി, പുരോഹിതനും തെറ്റി. എന്ത് സംഭവിച്ചു? അവൾ ലഹരി പിടിച്ചിരിക്കുന്നെന്ന് ഓർത്ത് അവർ ആശ്വാസനം ഓടിച്ചെന്നതാ. കർത്താവേ, നിങ്ങൾ ആശ്വാസത്തിനായി കർത്താവിന്റെ കൃപ നമ്മുടെ ഉണ്ടെങ്കിൽ ആശ്വാസനം ഓടിച്ചെന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? ചില പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടാകുന്നതിന് മറന്നു പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായാലും നിങ്ങൾ എവിടെയെങ്കിലും ഓടിച്ചെല്ലുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടുന്ന ഓടിച്ചെന്നാലും ചില സമയങ്ങൾ ദൈവം എന്ത് ചെയ്യും? അത് തടഞ്ഞു വെക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ പ്രതികരണം എന്നറിയാൻ. കർത്താവ് നോക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ പ്രതികരണത്തെയും. അവിടെ നോക്കിക്കേ, അവൾക്ക് ലഹരി പിടിച്ചെന്ന് എനിക്ക് തോന്നിപ്പോയി. ഏലി പറയാ, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ. ഓ, എത്ര ഹൃദയം മുറിയുന്ന വാക്കുകളാണ് പറയുന്നറിയാമോ? ചിലപ്പോൾ ചില മുറിയുന്ന വാക്കുകൾ വന്നെന്ന് വരും. അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, നിന്റെ ഹൃദയം കർത്താവിനെന്നറിയണം. ഹല്ലേലൂയ. മുറിഞ്ഞ ഹൃദയത്തോടെ അവൾ പറയുക, അവൾ പാസ്റ്ററെ നോക്കി, അല്ലെങ്കിൽ ആ പുരോഹിതനെ നോക്കി. ഒരു കാര്യം അവൻ തർക്കിക്കാൻ പോയില്ല, അവരെ വെറുപിടിപ്പിക്കാൻ പോയില്ല, അല്ലെങ്കിൽ അയാളെ കുറ്റം പറയാൻ പോയില്ല. പിന്നെയോ, യജമാനനെ
വിളിച്ചോട്ടോ, പറയാ, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ വന്നിട്ടും ഹല്ലേലൂയ തൻ്റെ ദൈവദാസനെ, തന്നെ നടത്തുന്നവനെ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചില്ല. ചിലപ്പോൾ തെറ്റുകൾ പറ്റാം, ചിലപ്പോൾ വിഷയങ്ങൾ നമുക്ക് അറിഞ്ഞില്ലെന്ന് വരാം, ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴൊക്കെയും ചിലപ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുന്നവർ ആശ്വസിപ്പിക്കുന്നു വരാം. എന്നാലും നമ്മളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല, ഒരു പെറുപെറുപ്പിലും വരാൻ പാടില്ല. അവൾ പെറുപിറത്തില്ല. അവൾ പറയുക, യജമാനനേ, എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മളെ നടത്തുന്നവരോട്, നമ്മൾ ഓടി ചെല്ലുന്നവരോടൊക്കെ എവിടെയെങ്കിലും പ്രതികൂലം ഉണ്ടെങ്കിൽ, അതിൽ നമ്മുടെ സഹോദരന്മാരുടെ പ്രതികൂലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? സങ്കീർത്തനം 141 വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. വളരെ നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടപ്പേണ്ട വാക്കുകളാണ്. 141:5 നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. നീതിമാനായവൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പാർക്കുന്ന ഒരു വ്യക്തി നമ്മളെ അടിക്കുന്നത് ദയ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് പറയുക, എന്നെ ഒരു നീതിമാനായവൻ, വിശ്വസ്തനായവൻ, എന്നെ നടത്തുന്നവൻ അടിക്കുന്നത് എനിക്ക് ദയയാണ്. അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. അവൻ എന്നെ താസിക്കുന്നത് പരിശുദ്ധാത്മാവിന് പകരമാണെന്ന് പറയുന്നത്. അടിക്കുന്നത് ദയയാണ്. ഇനി എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ തല അതിനെ വിലക്കി അവരെ പിറുപിറുക്കാൻ ഇടവരുത്താതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥന മാത്രമേയുള്ളൂ. ഇനി അവർ മനഃപൂർവ്വമാണ് ചെയ്യുന്നെങ്കിലും ഹല്ലേലൂയ, എനിക്ക് അവർക്കെതിരെ ഒരു ദോഷമില്ല. ഞാൻ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഒരു പിറുപിറുപ്പും വരാത്ത ഒരു ദാവീദിന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അതാണ് ദാവീദ് നമ്മൾ ഇന്നലെ ചിന്തിച്ച, അതിനെക്കുറിച്ച് ചിന്തിച്ച യഹോവയുടെ ഹൃദയം അറിയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. എത്ര നീതിമാൻ അടിക്കുന്ന എനിക്ക് ദയാണെന്ന് പറയുന്നു. അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണയാ. പരിശുദ്ധാത്മാവിനോട് പറയുന്ന പോലെയാ. എന്നാൽ ഇനി ദോഷങ്ങളാണെങ്കിലും, അവൻ മനഃപൂർവ്വമാണെങ്കിലും, എന്താ, എനിക്ക് അവനോട് പെറുപെറുപ്പില്ല, എനിക്ക് അവനോട് ദോഷമില്ല. എനിക്ക് പ്രാർത്ഥന, എൻ്റെ ദൈവത്തോടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഇറങ്ങി വന്നവനാണ് ദാവീദ്. കൃപ ഇറങ്ങി വരുന്നവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്കിന് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരും. ഹല്ലേലൂയ. 2 ശമൂവേൽ അതിന്റെ 16-15 വീണ്ടും ദാവീദ് വെറുതെ പറഞ്ഞ 2 ശമൂവേലിൽ വീണ്ടും ദാവീദ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. 2 ശമൂവേൽ അവിടെ ശിമായി, ഗേയുടെ മകൻ ശിമയി എന്നവൻ, അവൻ പ്രാഗി കൊണ്ടു നടക്കിയ ദാവീദിനെ. എന്നെ കൊന്നത് ഇവൻ, ശൗലിനെ കൊന്നവനാ, ഇവൻ അങ്ങനെയാ, ഇവൻ ഇങ്ങനെയെന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ വേണമെങ്കിൽ ആ വാളെടുത്ത് അവന്റെ തല കൊയ്യുവാൻ രാജാവാണ് ദാവീദ്. ഒരു നിമിഷം പറഞ്ഞ അവനെ പിടിച്ചു കെട്ടി തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലാം, എന്തിനും അധികാരമുള്ളവൻ. എന്നാൽ ദാവീദ് പറയാ, 10-ാം വാക്യം പറയാ, അവിടെ അവന്റെ സൈന്യാധിപൻ പറയുകയാണ്, ഈ ചത്തനായി എന്റെ യജമാന രാജുവിനെ ശപിക്കുന്നത്, ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സേനയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കെന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ചിലരെ ഏൽപ്പിക്കും നമ്മുടെ ഹൃദയത്തെ അറിയുവാൻ. അവൻ ശപിച്ചോട്ടെ. കർത്താവ് ചിലപ്പോൾ അവനെ ഏൽപ്പിച്ചതായിരിക്കും. ഞാൻ അവനെ കൊല്ലാനോ അല്ല വേണ്ടത്, പിന്നെയോ അവനെ സ്നേഹിക്കുവാൻ. എന്ന് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിച്ചു, ഹന്നായും തന്റെ സഹോദരിയും 1 ശമൂവേൽ 1-ാം അധ്യായം വരുമ്പോൾ അവിടെ ഒന്ന് കാര്യം പോലും തന്റെ യജമാനോടോ ഒന്നും പറഞ്ഞില്ല. പിന്നെയോ അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ അവളെ ഓർത്തു. ഹല്ലേലൂയ. ഒരു വാക്യം കൊണ്ട് ഹന്നായുടെ ജീവിതത്തെ കർത്താവ് നിറയ്ക്കുകയാണ്. യഹോവ അവളെ ഓർത്തു. അവളുടെ ഗർഭം അടച്ചു വെച്ചിരിക്കുന്നത് ചില കാര്യങ്ങളിലൂടെ അവളെ നടത്തിവിട്ട് 19-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ പറയുക, യഹോവ അവളെ ഓർത്തു, അവളുടെ ഗർഭത്തെ തുറന്നു, അവൾക്ക് ഒരു മകനെ കൊടുത്തു. ആ മകൻ ശമൂവേൽ പ്രവാചകനായി മാറി.
ഹല്ലേലൂയ. ചിലതിലൂടെ നമ്മളെ കടത്തിവിടുന്നത്, ചില വിഷയങ്ങളുടെ കടത്തിവിട്ട് ചില കാര്യങ്ങൾ നമ്മളിലൂടെ വരുന്നത്, ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ്. ഒരു ശമൂവേൽ ബാലനെ അവന് കൊടുത്തു. അവൻ ഏറ്റവും മനോഹരമായൊരു പുരോഹിതനായി മാറി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സഹോദരന്മാരുടെ ബന്ധത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. ചില വിഷയങ്ങളിലൂടെ സഹോദരന്മാരുടെ വിഷയങ്ങളുടെ കടത്തിവിട്ട് എന്ത് ചെയ്യണം? നമ്മളിന്ന് ശോധന ചെയ്ത് ചില നന്മകളാൽ കർത്താവിനെ നിർത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അവിടെ നമ്മൾ മാറിപ്പോകരുത്. സഹോദര വിഷയത്തിൽ നമ്മൾ വിട്ടുപോകരുത്. സഹോദര സ്നേഹത്തിൽ നമ്മൾ മാറിപ്പോകരുത്. പിന്നെയോ ഏറ്റവും അധികം ഏറ്റവും വർദ്ധിച്ചു വരുവാൻ കർത്താവെ കൃപ നൽകി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ലൂക്കോസിന്റെ 10-ാം അധ്യായം 38-ാം വാക്യം 2 സഹോദരിമാരെ കൂടി നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വചന അവസാനിപ്പിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2 വനിതകൾ പിന്നെ അവർ യാത്ര പോകയിൽ അവൻ പിന്നെ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ളൊരു സ്ത്രീ അവരെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കരിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷക്ക് എന്നെ തനിച്ച് വീട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ട, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുമില്ല. 2 സഹോദരിമാർ, ഒന്ന് മാർത്ത, ഒന്ന് മറിയ. ഒരു വീട്ടിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? യേശുവിന്റെ കാൽക്കലിരുന്നു കൊണ്ട് കർത്താവിന്റെ വചനം കേട്ടുകൊടുക്കുന്നു. മറ്റുള്ളവർ അവൾ അവിടെ ശുശ്രൂഷിക്കുകയാണ്. ആർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത്? കർത്താവിന് വേണ്ടി തന്നെ ശുശ്രൂഷിക്കുക. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക, നല്ല കാര്യം. പക്ഷേ അവൾക്ക് പരാതിയായിട്ട് കർത്താവിന്റെ മുന്നിൽ പറ്റിയ മുമ്പിലേക്ക് ചെന്നത്. കർത്താവിന്റെ മുതലോട്ട് ചെന്നു പറയാണ്, ഇവളെന്നെ സഹായിപ്പാൻ വരുന്നില്ല, അവളെ ഒന്ന് വിടണം. അവൾ വിചാരിച്ചു കർത്താവ് ഇപ്പൊ തന്നെ പൊക്കിവിടും. പക്ഷേ അവിടെ കർത്താവ് എന്ന് പറഞ്ഞത്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. നമ്മൾ കർത്താവിനോട് ശുശ്രൂഷ ചെയ്യാലും, സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാലും, ലീഡർമാരായാലും നമ്മുടെ ഉള്ളിൽ പലതിനെ പറ്റിയും വിചാരവും കലക്കവും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുവരും? പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കർത്താവ് അത് കണക്കിടുന്നില്ല. പിന്നെയോ കർത്താവ് കണക്കിടുന്നത് ദൈവ സ്നേഹത്തിൽ നിന്നും ശുശ്രൂഷ ചെയ്യുവാനാണ്. ഹല്ലേലൂയ. സ്നേഹം നിറയുമ്പോൾ നമുക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. അത് കർത്താവ് ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ എന്ത് ചെയ്തു? മാർത്ത ഹല്ലേലൂയ വിചാരപ്പെട്ടും മനം കലങ്ങിയും ശുശ്രൂഷ കുഴങ്ങിട്ടടുത്ത് വരിക. കർത്താവ് പറയുന്നു, മറിയയാണ് ഇപ്പോൾ നല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നു മതി. എന്തു മതി? നീ എൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ട് ആ ദൈവത്തിന്റെ സ്നേഹം ബാധിച്ച് ശുശ്രൂഷക്കിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പരാതിയും ഉണ്ടാവില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മളായിരിക്കുന്ന ഓരോരുത്തരും ശുശ്രൂഷകരായിരിക്കുന്നവരുടെ ചർച്ച് ഹൗസിൽ പോകുന്നവരുടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ശുശ്രൂഷ, നമുക്കുള്ളതല്ല ശുശ്രൂഷ. പിന്നെയോ ലൂക്കോസ് പറയുന്നു, അവൻ തക്ക സമയത്ത് ആഹാരം കൊടുത്ത് വിചാരകന്മാർ. നമ്മൾ ഈ സഭയിലേക്ക് കടന്നു വന്നപ്പോഴാകട്ടെ, നമ്മൾ നേരത്തെ നമുക്കൊരു ശുശ്രൂഷയുമില്ല. പിന്നെയോ കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ നമ്മളെ ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്, തക്ക സമയത്ത് ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി. എല്ലാവർക്കും എന്തില്ല, ഒരു കഴിവുമില്ല. കഴിവെല്ലാം ആരെന്ന? കർത്താവ് തന്നതാണ്. ഇവിടെ പ്രസംഗിക്കുന്നതായിക്കോട്ടെ, ഇവിടെ പാടുന്നവരായിക്കോട്ടെ, ഇവിടെ കസേരയിടുന്നവരായിക്കോട്ടെ, ആർക്കും ദൈവം കൽപ്പിച്ച് ആക്കി വെച്ചിരിക്കുകയാണ്. അവരൊന്നും ആയതല്ല. ഹല്ലേലൂയ. ദൈവം കൃപ കൊടുത്ത് ആക്കി വെച്ചിരിക്കുന്നു. നമുക്ക് പരാതി പറയാൻ, കർത്താവിനടുത്ത് പരാതി പറഞ്ഞാൽ കാര്യമില്ല. പിന്നെന്തോ? അത് നമ്മുടെ
ഉള്ളിലെ കലക്കം കൊണ്ടും ഉയരം, എനിക്ക് ഉയരണം, എനിക്ക് വേണം, എനിക്ക് അങ്ങനെ കിട്ടണം, എനിക്ക് പേരിടണമെന്നല്ല, നമ്മുടെ കലക്കം കൊണ്ടാണ് നമ്മളൊന്നും പരാതി വരുന്നത്. അതിനുപോലെ എന്ത് ചെയ്യണം? ആദ്യം കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവനിൽ നിന്നും കേട്ട് ആ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മൾ കർത്താവിനോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കൊരു പരാതി ഉണ്ടാവില്ല. അതാ കർത്താവ് പറയുന്നത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ല, ഒന്ന് മതി, നീ എന്നെ കാട്ടിൽ നിന്ന് കേൾക്കാം. മാർക്കോസ് സുവിശേഷത്തിൽ പറയുന്ന അവിടെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഇരിക്കുവാനും, അവൻ്റെ അടുത്ത് ഇരിക്കുവാനും, അവൻ നിന്ന് കേൾക്കുവാനും, ശുശ്രൂഷ ചെയ്യുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. ആദ്യം യേശുവിൻ്റെ അടുത്തൊന്നിരിക്കണം, അവൻ്റെ കാൽക്കലിരുന്ന് അവനോട് കേൾക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ സഭായോഗങ്ങളുള്ളത്, ബൈബിൾ ക്ലാസ്സുകളുള്ളത്, ഇവിടെ ക്ലിനിക്കുകളുള്ളത്, പിന്നെ ലേഡീസ് മീറ്റിംഗ് ഉള്ളത്, ഹൗസ് ഉള്ളത്. ഇതൊക്കെ എന്ത് ചെയ്യാന്നറിയാമോ? കർത്താവിൽ നിന്നും കേട്ട് ശുശ്രൂഷിക്കുവാനാണ്. അങ്ങനെ കർത്താവ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു പരാതിയില്ല. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ആ അധികാരത്തിന്റെ കീഴിൽ നിന്ന് കർത്താവിനെ കേട്ട് അനുസരിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കൊരു പരാതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇതാണ് മാർത്തയും മറിയും നമ്മൾ വീണ്ടും അതിന് തന്നെ യോഹന്നാന്റെ സുവിശേഷം 11:1 വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം അവിടെയും ഇവർ രണ്ട് തമ്മിലുള്ള കാര്യം കാണിക്കുന്നു. ലൂക്കോസ് യോഹന്നാന്റെ 11:1 അവിടെ ലാസർ മരിക്കുന്ന ഒരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയുടെ അവളുടെ സഹോദരി മാർത്തനും ഗ്രാമമായ ബെഥനയിൽ ലാസർ നിർത്താൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരൻ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന് മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയും അവളുടെ സഹോദരിയെയും ലാസനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. കർത്താവ് എന്ത് ചെയ്തു? ദീനമായി കിടക്കുന്നു പറഞ്ഞു, 2 ദിവസം കൂടി അവിടെ പാർത്തു. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? ഒരു സഹോദരൻ മരിച്ചു, പ്രിയനായ ലാസർ മരിച്ചുപോയി. ഇപ്പോൾ യേശു കടന്നു ചെല്ലുന്നത് എവിടെയാണ്? രോഗമായി കിടക്കുന്നവന്റെ വീട്ടിലോട്ടല്ല, മരിച്ചവന്റെ വീട്ടിലോട്ടാ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പാസ്റ്ററെ വിളിച്ചു, ലീഡർമാരെ വിളിച്ചു, 2 വന്നില്ല, മരിച്ചിട്ടും 2 ദിവസം കഴിഞ്ഞ് വന്നിട്ടില്ല, പിന്നെയാ കടന്നു വരുന്നത്. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മാർത്തയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവൾ യേശു വന്നെന്ന് കേട്ടാറെ അവൾ ഓടി യേശുവിൻ്റെ അരികിലേക്ക് വന്നു. ഹല്ലേലൂയ. നേരത്തെ പരാതി പറഞ്ഞവൾ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പറയുന്നു? അവൾ ഓടി വന്ന് യജമാൻ വിളിച്ചു. യേശു പരാതി പറയാനല്ല, യജമാനനേ, എനിക്ക് നിന്റെ ശക്തി അറിയാം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ മരിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിലുള്ള വിശ്വാസം അവൾ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില പ്രതികൂലങ്ങളിൽ ആരും നമ്മുടെ അടുത്തേക്ക് വന്നെന്ന് വരില്ല. ഹല്ലേലൂയ. അവിടെ ഒറ്റയ്ക്ക് ചിലപ്പോൾ ചില രോഗങ്ങളുടെ മുമ്പിലായിരിക്കാം, ചിലപ്പോൾ ചില പ്രതികൂല മുമ്പിലായിരിക്കാം, ചിലപ്പോൾ ഐസിയുടെ മുമ്പിലായിരിക്കാം. അവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി ചില മഹത്വം കാണിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെതിരെ പെറുപെറുക്കരുത്. അവിടെ നമ്മളെ തകർത്ത് കളയാനല്ല, പിന്നെ ദൈവത്തിന്റെ മഹത്വം നമ്മളെ കാണിപ്പാൻ ഹല്ലേലൂയ ചില ഒറ്റയ്ക്ക് നിർത്തി ദൈവം നമ്മളോട് മുഖാമുഖമായി സംസാരിക്കും. ഹല്ലേലൂയ. അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? പെറുപെറുത്തോ തകർന്നോ പോകരുത്. കാരണം ചിലപ്പോൾ നമ്മുടെ സഭയിൽ ആളുകൾ വന്നെന്ന് വരില്ല, ലീഡർമാർ വന്നെന്ന് വരില്ല, പാസ്റ്റർമാർ വന്നെന്ന് വരില്ല. അവിടെ ഒറ്റയ്ക്ക് നിർത്തി ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്ത് കർത്താവ് നമ്മൾക്ക് തരും. ആ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സഹോദരന്മാർ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവ് നമ്മളെ എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ ഇതിലൂടെ എല്ലാം കടത്തി കർത്താവിന്റെ മുമ്പിൽ നിർത്തുവാനാണ്. ഹല്ലേലൂയ. അതിന് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ഒന്നും നോക്കിക്കൊണ്ടിരിക്കുക. സഹോദരന്മാരുടെ ഇടയിലിട്ട, സഭയിലിട്ട് ചില വ്യക്തികളിലൂടെ കർത്താവ് നമ്മളെ ഓരോ ദിവസവും ശോധന കഴിച്ചു കൊണ്ടിരിക്കുന്നു.
നമ്മൾ എന്ത് ചെയ്യരുത്? പിന്മാറിപ്പോകരുത്. യോസേഫിനെ പോലെ ഇരുമ്പ് ചങ്ങലിലായിരുന്നാലും നമുക്ക് സഹോദരൻ നേരെ എന്തില്ല? പിറുപിറുപ്പില്ല. ഹല്ലേലൂയ. കനാൻ അവന്റെ നഗ്നത കാണിച്ചതുപോലെ നമ്മൾ നഗ്നത കാണിക്കുന്നവരല്ല. പിന്നെയോ ആ സഹോദരന്റെ നഗ്നതയെ മറച്ചു പിടിച്ച് അവന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരായിരിക്കണം. പിന്നെയോ ഹല്ലേലൂയ, നമ്മുടെ ഹന്നായെ പോലെ ഏത് പ്രതിയോഗി മുഷിപ്പിച്ചാലും ആ മുഷിപ്പിലല്ല കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഹല്ലേലൂയ ഒരു ശമൂവേലിനെ പ്രസവിക്കുന്നവളായിട്ട് മാറണം. ഹല്ലേലൂയ. അവൻ ആ പ്രതിയോഗിയെ മുഷിപ്പിക്കാതെ നോക്കാതെ അത് നോക്കി കർത്താവിലേക്ക് നോക്കിയപ്പോൾ അവർക്ക് എന്ത് പറ്റി? ഒരു ശമൂവേലിനെ പ്രസവിച്ച് അവിടെ പുരോഹിതനാക്കാൻ കഴിച്ചു. ഇവിടെ നോക്കൂ, മറിയ നല്ലൊരംശം തേടുന്നിട്ട് ഒരു പരാതിയില്ലാതെ, പരാതി പറഞ്ഞവൻ കർത്താവിന് പോയപ്പോൾ ഒരു പരാതിയുമില്ലാതെ മറിയ കർത്താവിന്റെ കാൽക്കലിരുന്നു. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, തൻ്റെ മാർത്തയെ നോക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് മരിച്ചിട്ടും ധീരമായി കിടന്നുകിട്ട് വന്നില്ല, മരിച്ചിട്ടും വന്നില്ല. എങ്കിലും യേശുവിന്റെ വരവ് കണ്ടപ്പോൾ ഓടിച്ചെന്നു യജമാനനെ എന്ന് വിളിച്ച് അവൻ സ്വീകരിച്ചു. ചില സമയങ്ങളിൽ ആരും വന്നില്ലെങ്കിലും അവിടെ നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ പാട്ട് പാടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, ഇന്നൊരു ദിവസം കൂടി ഞങ്ങൾക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഞങ്ങൾ ചില സഹോദരങ്ങളെ സംസാരിച്ചു ദൈവമേ. ആ സംസാരിച്ച ചിലർ നഗ്നത മറച്ചു പിടിക്കുവാൻ, ഞങ്ങളുടെ സഹോദരൻ നഗ്നത മറച്ചു പിടിക്കുവാൻ, പ്രതികൂലം അവർക്ക് കൂട്ടായിരിക്കുവാൻ, അവരെ സഹായിക്കുവാൻ അടികളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യോസേഫിനെ പോലെ സഹോദരന്മാരുടെ പിറുപിറുക്കാതെ ആ കർത്താവെ കഷ്ടത ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആ ഹന്നായെ പോലെ കർത്താവ് ഏത് പ്രതിയോ ആയിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ശുശ്രൂഷയിൽ കുഴങ്ങുന്നവരല്ല, സ്നേഹത്തിൽ ആ ശുശ്രൂഷ ചെയ്യുവാനാണ് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ബോധ്യം ഞങ്ങൾ ഹൃദയങ്ങളിൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില സമയം ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കിടുമ്പോൾ ഞങ്ങൾ പിറുപിറുക്കില്ല, ഞങ്ങൾ അവിശ്വാസത്തിലേക്ക് പോകില്ല. ഞങ്ങൾ ആ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ആ കർത്താവിന് നിൽക്കുവാൻ, ആ പ്രത്യാശയിൽ പിടിച്ച് കർത്താവിന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റെടുക്കാം. അക്കർത്ത് കാഹളം വാനിൽ കേൾക്കുവാൻ കാലമേറെയില്ല. കാഹളം വാനിൽ കേൾക്കുവാൻ കാഹളം സ്വന്തം വീട്ടിൽ ചേർന്നിടും അവിശ്വാസത്തോടെ
ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിരുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിരുന്നു. കർത്തുകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. കർത്തുകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. ആശ്രയേറുന്നേ നിന്നെ കാണുവാൻ അവനേശുവേ വരണേ. ആശ്രയേറുന്നേ നിന്നെ കാണുവാൻ അവനേശുവേ വരണേ. നല്ല നാഥനേ നിനക്കായി ഞാൻ വില ചെയ്യുമന്ത്യം വരെ. നല്ല നാഥനേ നിനക്കായി ഞാൻ വില ചെയ്യുമന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവര പിള്ളഹാരിൽ വിശ്രമം. നമ്മുടെ ഭൂമിയിൽ നമുക്ക് വിശ്രമമില്ല. അല്ലൽ തീർന്നു നിൻ സവിദേവര പിള്ളഹാരിൽ വിശ്രമവും. മരുഭൂമിയിൽ തളരാതെ ഞാൻ വരുവുന്നു നിൻ കൃപയാൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ വരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. സിയോൻ യാത്രയിൽ എന്നും ഭിന്നത മാത്രം. ഇന്നും മണ്ണിൽ സിയോൻ യാത്രയിൽ എന്നും ഭിന്നത മാത്രം. എന്നെ ചേർക്കുമോ എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്ന് തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്ന് തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്ന് തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്ന് ഹല്ലേലൂയ. നമുക്ക് ആശ്രയമായി തല വണക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന്റെ വരവ് വരെ നമ്മളെല്ലാവരും കൂടി ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന ദൈവത്തെ നമുക്ക് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണമേ. ഹല്ലേലൂയ.